Hi guys, this is the marathon of SMK chapter 1. Okay. So before going to the revision marathon, so already നമ്മൾ FM-ൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ മാരത്തോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് യു ഡിഡിൻ വാച്ച് ഇറ്റ്, ഗോ ടു ദ ചാനൽ ആൻഡ് വാച്ച് ഇറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, so first time you can watch it in a normal speed. Thereafter up to your comfort 1.5x 2x നിങ്ങൾക്ക് കാണാം. ആൻഡ് ഫോർ സച്ച് മാരത്തോൺ അപ്ഡേഷൻസ് so you can subscribe the channel. Okay, so before going to jump to the chapter, so just നമുക്ക് discuss the SMK syllabus. Okay, so it's my satisfaction, ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ, സോ യു ഓൾറെഡി നോ ഇറ്റ് ദാറ്റ്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഇറ്റ്സ് മൈ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, സോ SM മാരത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, SM സിലബസ് ആക്ച്വലി നമുക്ക് ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ചാപ്റ്റർ 1 का ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ആൻഡ് ദ ചാപ്റ്റർ 2 ദറ്റ് ഈസ് ചാപ്റ്റർ 2 ഈസ് നമുക്ക് സ്ട്രാറ്റജിക് അനാലിസിസ് എക്സ്റ്റേണൽ. ഓക്കെ, എക്സ്റ്റേണൽ ആണ് പറയുന്നത്. ആൻഡ് ചാപ്റ്റർ 3 വിൽ ബി ദ ഇൻറ്റേർണൽ. സ്ട്രാറ്റജിക് അനാലിസിസ് ഇൻറ്റേർണൽ ആണ് ആക്ച്വലി പറയുന്നത്, ദ സ്ട്രാറ്റജിക് അനാലിസിസ്. ദ നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ 4 പറയുന്നത് സ്ട്രാറ്റജിക് ചോയ്സ്, സ്ട്രാറ്റജിക് ഫോർമുലേഷൻ. ദെൻ ചാപ്റ്റർ 5 നമുക്ക് പറയുന്നത് നമുക്ക് സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് കൺട്രോൾ. ദിസ് ഈസ് ദ ഹോൾ സ്ട്രക്ചർ ഓഫ് ദി SMK സിലബസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, the chapter 1 നമുക്ക് introduction to strategic management. So first, the management. So what is management? So it's a set of interrelated functions എന്ന് പറഞ്ഞാൽ so planning, organizing, then staffing, then directing means leadership, then is controlling. So ഈ ഒരു ഇൻ്റർറിലേറ്റഡ് ഫങ്ഷൻസിനെ, ഇൻ്റർറിലേറ്റഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഓർഗനൈസിങ്ങുമായിട്ട് ഇൻ്റർറിലേറ്റഡ് ആണ്. ഓർഗനൈസിങ് സ്റ്റാഫിങ്ങുമായിട്ട് റിലേറ്റഡ്. അപ്പോൾ ഈ ഫങ്ഷൻസൊക്കെ എന്താണ്, ഒരു ഇൻ്റർ റിലേഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഇൻ്റർറിലേറ്റഡ് ഫങ്ഷൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ കീ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷനിൽ കീ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നമുക്ക് പറയുന്നത് സ്ട്രാറ്റജി. ഇവിടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ്റെ ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻ്റാണ്. ഡിസൈഡ്, ഇമേജ്, അതുപോലെ തന്നെ ഡയറക്ഷൻ, ഡെസ്റ്റിനേഷൻ. അതായത് ഓർഗനൈസേഷന് ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഇമേജ്, അതൊക്കെ എന്ത് ഇമേജാണ് അവർ ആഗ്രഹിക്കുന്നത്, ഏത് ഡയറക്ഷനാണ് അവർ ആഗ്രഹിക്കുന്നത്, ഏത് ഡെസ്റ്റിനേഷനാണ് അവർ ഡിസൈഡ് ചെയ്യിക്കുന്നത്. ഇതിലേക്കുള്ള ഒരു ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻ്റാണ് പറയുന്നത്. ഓക്കെ, അതിനതാ വില്യം എഫ് ഗ്ലൂക്കിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ യൂണിഫൈഡ് കോംപ്രിഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് കോംപ്രിഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ. എന്തിനാണ്? ഡിസൈൻ ടു അച്ചീവ് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ബേസിക് ഒബ്ജക്റ്റീവ്സ്, ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു യൂണിഫൈഡ് കോംപ്രിഹെൻസീവ് ഇൻ്റഗ്രേറ്റഡ് പ്ലാൻസിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർവൈവൽ, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, എഫിഷ്യൻസി, ദെൻ പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നമ്മൾ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫേവറേറ്റ് പാർട്ടാണ് ദ പ്രൊആക്റ്റീവും റിയാക്റ്റീവും. ഓക്കെ, ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ദ നേച്ചർ ഓഫ് ദി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിയുടെ നേച്ചർ എന്ന് വെച്ചാൽ ദ ബ്ലെൻഡ് ഓഫ് ദി പാർട്ട്ലി പ്രൊആക്റ്റീവ്, അതുപോലെ തന്നെ പാർട്ട്ലി റിയാക്റ്റീവ്. പ്രൊആക്റ്റീവിൻ്റെയും റിയാക്റ്റീവിൻ്റെ ഒരു ബ്ലെൻഡാണ് നമുക്കെന്ന് പറയുന്നത് പിന്നെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രൊആക്റ്റീവ് എന്ന് വെച്ചാൽ പ്രീ പ്ലാൻഡ്. ഓക്കെ, അതായത് ഓർഗനൈസേഷൻ മേക്സ് ദ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് ഇറ്റ്. ഓൾറെഡി എന്ത് ചെയ്യുന്നു, അവർ നേരത്തെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബട്ട് റിയാക്റ്റീവിൻ്റെ കേസിലേക്ക് ഇൻ റെസ്പോൺസ് ടു ചേഞ്ചസ് ഇൻ എൻവിറോൺമെൻറ്റ്. ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടന്നതിന് ശേഷം അതിന് റെസ്പോൺസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ആക്ഷൻ വരുന്നു. അതാണ് നമുക്ക് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. ന്യൂ ലേണിങ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾ പഠിക്കുന്നു. ദ നെക്സ്റ്റ് ജസ്റ്റ് ഒരു ലൈൻ ഇതാണ്. സ്ട്രാറ്റജി ഈസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സൗണ്ട് ആൻഡ് അലേർട്ട് മാനേജ്മെൻറ്റ്. അതായത് നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കൊരു മാനേജ്മെൻറ്റ് ആവശ്യമില്ല എന്നല്ല. ഓക്കെ,
നമുക്ക് സ്ട്രാറ്റജി ഉണ്ടെങ്കിലും നമുക്കൊരു മാനേജ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. അതായത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സൗണ്ട് ആൻഡ് അലേർട്ട്, അതായത് സൗണ്ട് ആൻഡ് അലേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റിന് ഒരു നല്ലൊരു മാനേജ്മെൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് സ്ട്രാറ്റജി. ഓക്കെ, സ്ട്രാറ്റജി ഒരു നല്ലൊരു മാനേജ്മെൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദ നെക്സ്റ്റ് വൺ സ്ട്രാറ്റജി മേക്കിംഗ്. സോ നമുക്ക് സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്നത് 3 ലെവൽസാണ്. സോ ദ കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, അതുപോലെ ഫങ്ഷണൽ ലെവൽ. സോ കോർപ്പറേറ്റ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോർപ്പറേറ്റ് ലെവലിൽ ആയിരിക്കാണ് CEO, അതുപോലെ തന്നെ CFO, അതുപോലെ തന്നെ CTO. ദ നെക്സ്റ്റ് നമുക്ക് ഇറ്റ്സ് എ ലോങ് ടേം ഇമ്പാക്റ്റ് ആണ്. അതായത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, സോ അവർ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത് ലോങ് ടേം ഇമ്പാക്റ്റിലേക്കാണ് ഉണ്ടാക്കുക. സോ ബിസിനസ് ലെവൽ എന്ന് വെച്ചാൽ നമുക്ക് മാനേജേഴ്സ്, അതുപോലെ തന്നെ സുപ്പീരിയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദ നെക്സ്റ്റ് നമുക്ക് ഇവിടെ പറയുന്നത് വെച്ചാൽ സോ ട്രാൻസ്ലേറ്റ് ദ കോപ്പറേറ്റീവ് ഇൻറ്റൻറ്റ് ഇൻറ്റു ഇൻഡിവിജ്വൽ പ്ലാൻസ്. അതായത് ഇവിടെ നമുക്ക് കോപ്പറേറ്റ് ലെവലിൽ തരുന്ന കോപ്പറേറ്റിൻ്റെ ഇൻറ്റൻഷൻസ്, സോ ഇൻറ്റൻഷൻസിന് ചെയ്യുന്നു ഇൻഡിവിജ്വൽ പ്ലാൻസിലേക്ക് എന്ത് ചെയ്യുന്നു പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഓൾ അബൌട്ട് ബിസിനസ് ലെവൽ. ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ സോ റെസ്പോൺസ് ഫോർ എക്സിക്യൂഷൻ ഓഫ് ദി ടാസ്ക്. ഓക്കെ, നമുക്കിപ്പോൾ ടാസ്ക് ഉണ്ടാവുമല്ലോ. സോ ബിസിനസ് ലെവലിൽ തരുന്ന ടാസ്ക് എന്താണ്, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഫംഗ്ഷൻ ലെവലാണ്. ഇവരാണ് നമുക്ക് ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ വരുന്നതാണ് നമുക്ക് HR, ലോജിസ്റ്റിക്സ് എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു ഇൻവെൻട്രി, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ദാറ്റ്സ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ സോ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മാനേജീരിയൽ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രാറ്റജിക് വിഷൻ. ഒരു സ്ട്രാറ്റജിക് വിഷൻ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണ് സെറ്റ് ചെയ്യുന്നു. ദെൻ ക്രാഫ്റ്റിംഗ് എ സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. ദെൻ ഇംപ്ലിമെൻറ്റിംഗ് ദി സ്ട്രാറ്റജി നമ്മൾ ക്രാഫ്റ്റ് ചെയ്തതിനെ കൊണ്ട് കാര്യമുണ്ടോ ഇല്ല, നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, അതായത് നമ്മൾ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നമ്മളത് കൺട്രോൾ ചെയ്യണം. സോ അത് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. സോ അതാണ് പറയുന്നത്. സോ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എന്താണ് എടുക്കുന്നത്, സോ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ 5 സ്റ്റേജസ് എന്ന് പറയുന്നത്. സോ ഇതാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ അതാണ് മാനേജർ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രാറ്റജിക് വിഷൻ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ദെൻ ക്രാഫ്റ്റിംഗ് എ സ്ട്രാറ്റജി, ദെൻ ഇംപ്ലിമെൻറ്റിംഗ് ദ സ്ട്രാറ്റജി, ദെൻ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ, ദെൻ അതായത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സോ SM പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക്. സോ ആക്ച്വലി നമുക്കൊരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫ്രെയിം വർക്കാണ്. സോ എങ്ങനെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നോ റൂൾ ടു ഫോളോ. നമുക്കൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്ന് നമുക്കൊരു റൂളൊന്നുമില്ല. ഓക്കെ, സോ ദാറ്റ് അപ് ടു അവർ ഡിസിഷൻ. ഓക്കെ, നമുക്ക് സ്ട്രാറ്റജി വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് നമ്മൾ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഡിസിഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ SM का ഒബ്ജക്റ്റീവ്സ്. സോ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് 2 ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന് ക്രിയേറ്റീവ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, അതായത് നമുക്ക് മാർക്കറ്റിൽ കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അവർക്ക് മുന്നിൽ നിൽക്കുക. ഓക്കെ, ദാറ്റ്സ് മെയിൻ. ഓക്കെ, ദ നെക്സ്റ്റ് ടു ഗൈഡ് ദ കമ്പനി ത്രൂ ഓൾ ദ ചേഞ്ചസ് ഇൻ എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ കമ്പനിയെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഗൈഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് SMൻ്റെ മെയിൻ 2 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ദി SM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൊവാക്റ്റീവ് ആയിരിക്കും. സോ പ്രൊവാക്റ്റീവ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ പ്രീ പ്ലാൻഡ് ആയിരിക്കും. അതായത് ഒരു ഇവൻറ്റ് സംഭവിച്ചിട്ട് നമുക്കതിന് ഒരു ആക്ഷൻ എടുക്കുകയല്ല ചെയ്യുന്നത്, ആ ഒരു ഇവൻറ്റ് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു, പ്രീ പ്ലാൻഡ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് പ്രൊആക്റ്റീവ് ആയിരിക്കും. ദെൻ ലോഞ്ചിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു, ക്രിയേറ്റീവ് കോപ്പറേറ്റീവ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക്, മേജർ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഡെവലപ്പ് കോർ കോമ്പിറ്റൻസ് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ഹെൽപ്സ് റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, അതായത് ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് എന്നാണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പ്രിപ്പയറിംഗ് ഓർഗനൈസേഷൻ ഫോർ ഫേസിംഗ് ദ ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചർ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നു ബൈ ആക്ടിങ് ആസ് എ പാത്ത് ഫൈൻഡർ. അല്ലേ, സോ അതാണ് SM എന്ന് പറയുന്നത് ഒരു പാത്ത് ഫൈൻഡർ ആണ്. ഓക്കെ, സോ വെൻ വി ഡിസ്കസ് ദ ബെനിഫിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സോ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. സോ ലിമിറ്റേഷൻസ് ഓഫ് ദി SMൻ്റെ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് സോ എൻവിറോൺമെൻറ്റ് ഈസ് ഹൈലി കോംപ്ലക്സ് ആൻഡ് ടർബുലൻറ്റ്. കാരണം എൻവിറോൺമെൻറ്റ് എന്താണ്, അൺസ്റ്റേബിൾ ആണ്. സോ നമുക്കെന്താണ്
ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എൻവിറോൺമെൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ എൻവിറോൺമെൻറ്റ് കംപ്ലീറ്റ് സെൻസിൽ നമുക്ക് ഒരു എൻവിറോൺമെൻറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോറിബിൾ. ഓക്കെ, ഇറ്റ്സ് എ ഡിഫിക്കൽട്ടാണ്. ദ നെക്സ്റ്റ് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി പ്രോസസ്സാണ്, ആൻഡ് സോ ഡിഫിക്കൽട്ടി ടു എസ്റ്റിമേറ്റ് ദ കോമ്പറ്റേറ്റീവ്സ് റെസ്പോൺസ് അല്ലേ. ദെൻ കോമ്പറ്റേറ്ററിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു SMലൂടെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് ദ limitations of the SM. So the next one നമ്മൾ പറയുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഫേസസ്. ഓക്കെ, സോ നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഫേസസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഒന്നാമത്തത് ഡെവലപ്പിംഗ് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, ഒരു സ്ട്രാറ്റജിക് ഇൻറ്റൻഷൻ എന്നാണ് ഡെവലപ്പ് ചെയ്യണം. അതായത് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഗോ, എവിടേക്കാണ് ഓർഗനൈസേഷന് പോകേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് വിഷൻ, ദെൻ മിഷൻ, ദെൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ്, ദെൻ നെക്സ്റ്റ് വാല്യൂസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് സ്ട്രാറ്റജിക് അനാലിസിസ് ആണ്. രണ്ടാമത്തെ സ്ട്രാറ്റജിക് അനാലിസിസ് നമുക്ക് എക്സ്റ്റേണൽ അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ അനാലിസിസ് ഉണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് ക്രാഫ്റ്റിംഗ് സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജി ക്രാഫ്റ്റ് ചെയ്യണം. സോ നമുക്ക് എവിടേക്കാണ്, ഒന്ന് കോർപ്പറേറ്റ് ലെവൽ, ദ നെക്സ്റ്റ് ബിസിനസ് ലെവൽ, ദെൻ ഫംഗ്ഷൻ ലെവൽ. ദ നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. സോ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് സോ നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കാം. സോ ഇറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ ചാപ്റ്റർ 5. 8 മേജർ പോയിൻറ്റ്സ് നമുക്ക് അവിടെ കവർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് നമുക്ക് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് കൾച്ചർ, ദ നെക്സ്റ്റ് സ്ട്രാറ്റജിക് ചേഞ്ച്. ദെൻ സ്ട്രാറ്റജിക് ചേഞ്ചിലാണ് നമുക്ക് മെയിനായിട്ട് ഒന്നാണ് കേർട്ട് ലെവിൻ ചേഞ്ച് പ്രോസസ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്ട്രാറ്റജിക് കൺട്രോൾ. സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുന്നത് ഓൾ സ്റ്റേജസ്, നമുക്ക് എല്ലാ സ്റ്റേജസിലും നമുക്ക് കൺട്രോൾ ഉണ്ടായിരിക്കണം. സോ ദാറ്റ് വിൽ ബി ഇൻ അവർ ഹാൻഡ്, നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാം. ഓക്കെ, ദെൻ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്ട്രാറ്റജി ഇൻറ്റൻറ്റ്. സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫിലോസഫിക്കൽ ബേസ് ആണ്. സോ ആൻസർ ടു 2 മേജർ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തത് വാട്ട് ദേ വാണ്ട് ടു ഡു, എന്താണ് അവർക്ക് വേണ്ടത്. സോ വൈ ദേ വാണ്ട് ടു ഡു, എന്തുകൊണ്ടാണ് അവർക്കത് വേണ്ടത്. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ പറയുന്നത്. സോ അതിലൊന്നാമത്താണ് നമുക്ക് വിഷൻ എന്ന് പറയുന്ന സാധനം. വിഷൻ. സോ വേർ ആർ വി ഗോയിങ്. വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. വേർ ആർ വി ഗോയിങ്. സോ ദ വിഷൻ, സോ ജനറലി ദ വിഷൻ ക്രിയേറ്റഡ് ബൈ കോപ്പറേറ്റീവ് ലെവലായിരിക്കും വിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ്സ് എ റോഡ് മാപ്പ് ഓഫ് ദി ഫ്യൂച്ചർ. നമുക്കൊരു ഫ്യൂച്ചറിൻ്റെ ഒരു റോഡ് മാപ്പ് ആയിരിക്കും. ദെൻ നമ്മൾ എങ്ങനെ പോകണം എന്ന് ഉദ്ദേശിക്കും, ഏത് വഴിയിലൂടെ നമ്മൾ പോകണം എന്ന് പറയുന്നത് ഈ ഒരു വിഷനാണ്. സോ പ്രൊവൈഡിങ് സ്പെസിഫിക് അബൌട്ട്, നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ, ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് കസ്റ്റമർ ഫോക്കസ്, നമ്മൾ ഏത് ടൈപ്പ് കസ്റ്റമേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ടെക്നോളജി, നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്താണ്. ദെൻ ജിയോഗ്രഫിക് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മാർക്കറ്റ്സ്, ജിയോഗ്രഫിക് ആൻഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ്സ്, നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്. സോ അതുപോലെ തന്നെ ക്യാപ്പബിലിറ്റീസ് ഇറ്റ് പ്ലാൻസ് ടു ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മുടെ ക്യാപ്പബിലിറ്റീസ്. ദെൻ കൈൻഡ് ഓഫ് കമ്പനി, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ്. സോ നമ്മൾ ട്രൈങ് ടു ക്രിയേറ്റ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഏത് കൈൻഡ് ഓഫ് കമ്പനിയാണ്. സോ ഇതിനെക്കുറിച്ചുള്ള ഒരു സ്പെസിഫിക്കേഷൻ എന്താണ് നമുക്ക് വിഷനിൽ തന്നിട്ടുണ്ടാകും. സോ വിഷനിൽ പ്രൊവൈഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് എസെൻഷ്യൽ ഫോർ എ സ്ട്രാറ്റജിക് വിഷൻ. ഒരു സ്ട്രാറ്റജിക് വിഷന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ തിങ്ക് ക്രിയേറ്റീവ്ലി. സോ എബൌട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ക്രിയേറ്റീവ്ലി നമ്മൾ തിങ്ക് ചെയ്യുക. സോ ഡോണ്ട് കോപ്പി അതേഴ്സ്, കോമ്പറ്റേറ്റേഴ്സിനെ കോപ്പി ചെയ്യാതെ നമ്മൾ തിങ്ക് ക്രിയേറ്റീവ്ലി നമ്മൾ തിങ്ക് ചെയ്യുക. ദെൻ എക്സസൈസ് ഇൻ്റലിജൻറ്റ് എൻ്റർപ്രണർഷിപ്പ്. ഓക്കെ, ഒരു എൻ്റർപ്രണർഷിപ്പ് ആവുക. സോ അതാണ് ഒരു ഇൻ്റലിജൻറ്റ് എൻ്റർപ്രണർഷിപ്പ് എക്സസൈസ് ചെയ്യുക. അതായത് ടേക്ക് എ റിസ്ക് എടുക്കുക. ഓക്കെ, സോ ഒരു എൻ്റർപ്രണർ ആണെങ്കിൽ റിസ്ക് എടുത്തിരിക്കുന്നതാണ്. ദ നെക്സ്റ്റ് വൺ, ദെൻ എ ക്ലിയർലി എസ്റ്റാബ്ലിഷ്ഡ് വിഷൻ ക്രിയേറ്റ് എന്തൂസിയാസം എമംഗ് മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. നമുക്കൊരു ക്ലിയർലി എസ്റ്റാബ്ലിഷ്ഡ് വിഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സോ എന്താണ് ഓർഗനൈസേഷൻ മെമ്പേഴ്സിന് ഒരു എന്തൂസിയാസം ക്രിയേറ്റ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് ബെസ്റ്റ് വേർഡ് ആൻഡ് മിഷൻ. സോ ബെസ്റ്റ് വേർഡ് ആൻഡ് വിഷൻ, സോ ക്ലിയർലി ഇലുമിനേറ്റ് ദ ഡയറക്ഷൻ. നമുക്കൊരു ബെസ്റ്റ് വേർഡ് ആൻഡ് വിഷൻ ഉണ്ടെങ്കിൽ സോ നമുക്ക് ആ ഒരു ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഏത് വഴി കൂടിയാണ് നമ്മൾ പോകേണ്ടത്, ഏത് ഡയറക്ഷനിലാണ് നമുക്ക് ഒരു ക്ലിയർ ഡയറക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ,
So that's all about the essentials of for a strategic vision. The next one is mission. So mission എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിസിനസ് ലെവലാണ്. സോ ഇറ്റ് ക്രിയേറ്റഡ് ബൈ ബിസിനസ് ലെവൽ. സോ ദ നെക്സ്റ്റ് ഇതൊക്കെ പ്രസൻറ്റ് ബിസിനസ് സ്കോപ്പാണ്. അതായത് ഇന്നത്തെ ബിസിനസ്സിൻ്റെ സ്കോപ്പിനെയാണ് നമ്മൾ ഈ മിഷനിൽ പറയുന്നത്. സോ ഇന്ന് എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, സോ അതാണ് പറയുന്നത്. സോ വാട്ട് ബിസിനസ് ആർ വി ഇൻ, നമ്മൾ ഏത് ടൈപ്പ് ബിസിനസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ദ നെക്സ്റ്റ് വാട്ട് ടു വി ഡു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. സോ 2 മേജർ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ. സോ ദ നെക്സ്റ്റ് വൈ ഷുഡ് ഓർഗനൈസേഷൻ ഹാവ് എ മിഷൻ. ഒരു ഓർഗനൈസേഷന് മിഷൻ വേണമെന്നതിൻ്റെ എന്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ മിഷൻ വേണമെന്ന് പറയുന്നത്. ഓക്കെ. സോ അതായത് മിഷൻ്റെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ദി മിഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി മിഷൻ, ഒന്ന് എൻഷുർ യുനാനിമിറ്റി ഓഫ് ദി പർപ്പസ് എന്താണ് എൻഷുർ ചെയ്യുന്നു. ദ നെക്സ്റ്റ് ബേസിസ് ഫോർ റിസോഴ്സ് അലോക്കേഷൻ ഒരു ബേസിസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് ബേസിസ് ഫോർ മോട്ടിവേറ്റിംഗ് ഓർഗനൈസേഷൻ റിസോഴ്സ് യൂസ്, അതായത് ഓർഗനൈസേഷൻ റിസോഴ്സസ് യൂസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷന് ഒരു ബേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ദ നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ് ജനറൽ ടോൺ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ സെർവ് ഫോക്കൽ പോയിൻ്റ് എന്നാണ് ഒരു സെർവ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ്, അതായത് ഒരു ഒബ്ജക്റ്റീവ്സിനെയും ഗോൾസിനെ എന്ത് ചെയ്യുന്നു, ഒരു വർക്ക് സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് സ്പെസിഫൈ ഓർഗനൈസേഷൻ പർപ്പസ് എന്താണ് സ്പെസിഫൈ ചെയ്യുന്നു. ഇതാണ് ദാറ്റ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ദി മിഷൻ. ദ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് സോ വാട്ട് ഈസ് അവർ മിഷൻ. ഓക്കെ, എന്താണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. സോ പീറ്റർ ഡ്രക്കർ ആൻഡ് തിയോഡർ ലെവിറ്റ് പറയുന്നത് 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇൻ യുവർ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഐ വിൽ പോയിൻ്റ് ഔട്ട് ദ പേജ് നമ്പർ പറഞ്ഞുതരാം. സോ പേജ് നമ്പർ 1.18. സോ 1.18 ലാസ്റ്റ് നമുക്കൊരു 11 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ആഫ്റ്റർ വിഷൻ ആൻഡ് മിഷൻ കഴിയുമ്പോൾ സോ ഫ്രീക്വൻലി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ വിഷൻ ആൻഡ് മിഷൻ. ആക്ച്വലി ഇതെങ്ങനെ ചോദിക്കുകയെന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ തരും. ഓക്കെ, ഒരു എക്സാമ്പിൾ തന്നിട്ട് സോ ഒരു ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾ തന്നിട്ട് സോ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം ഒരു ഫാർമസിയായി ബന്ധപ്പെട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ സോ അവരുടെ വിഷൻ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എക്സാമ്പിൾ നമ്മൾ അവരുടെ ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ട് ബേസ്ഡ് ഓൺ ദ ഫാർമസി ഓർഗനൈസേഷൻ നമ്മൾ ഫാർമക്ച്വൽ ഓർഗനൈസേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വിഷൻ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ എഴുതണം. സോ ദ നെക്സ്റ്റ് അതിൻ്റെ മിഷൻ നമ്മൾ എക്സാമ്പിൾ എഴുതണം. സോ യു ക്യാൻ റെഫർ, അതായത് നമുക്ക് ICM സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ടെസ്റ്റ് യുവർ നോളജ് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. സോ യു ക്യാൻ റെഫർ ഇറ്റ്. ഓക്കെ. സോ ഫ്രീക്വൻലി ആസ്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. സോ സെപ്റ്റംബറിൽ ചോദിച്ചിട്ടില്ല. സോ ദ ചാൻസ് ഓഫ് ദി നെക്സ്റ്റ് അറ്റംപ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ജസ്റ്റ് റെഫർ ഇറ്റ്. ദ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ലെവലാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് പറയുന്നത്. ഓക്കെ. സോ ദ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലോസ്ഡ് എൻഡഡ് ആയിരിക്കും. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലോസ് എൻഡഡ് ആയിരിക്കും. സോ പെർഫോമൻസ് ടാർഗറ്റ് ആയിരിക്കും. നമുക്ക് ഇത്ര നമുക്ക് പ്രോഫിറ്റ് വേണം, അല്ലെങ്കിൽ ഇത്ര നമുക്ക് സെയിൽസ് വേണം, നമുക്കൊരു ടാർഗറ്റ് നമുക്കുണ്ടാകും. ഓക്കെ, ഇതിനാണ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്ലോസ്ഡ് എൻഡഡ് ആയിരിക്കും. ഓക്കെ. ബട്ട് ഇൻ ഓർ ഗോൾസിൻ്റെ കേസിലേക്ക് പറഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ എൻഡഡ് ആയിരിക്കും. സോ ദെൻ ഇറ്റ്സ് ഫ്യൂച്ചർ സ്റ്റേറ്റ് ഓർ ഔട്ട്കം, അതായത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതിനൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും നമുക്ക് പറയാം. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്യൂച്ചർ സ്റ്റേറ്റ്. ഓക്കെ. സോ ഗോൾസ് എന്ന് പറയുന്നത് ഓപ്പൺ എൻഡാണ്. സോ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. സോ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റീവ് ആണ് ക്ലോസ്ഡ് എൻഡഡ്, പിന്നെ ഗോൾസ് ആണോ ഓപ്പൺ എൻഡഡ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. സോ ഐ വിൽ ട്രൈ ടു ക്ലിയർ ഇറ്റ്. സോ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സിൻ്റെ O എന്ന് പറയുന്നൊരു സർക്കിളാണ്. ദാറ്റ്സ് ക്ലോസ്ഡ് സർക്കിൾ അല്ലേ, ദാറ്റ്സ് ക്ലോസ്ഡ്. ദ നെക്സ്റ്റ് നമുക്ക് ഗോൾസിൻ്റെ G എടുത്തതിനാൽ, സോ ഗോൾസിൻ്റെ G എടുത്തതിനാൽ ഇറ്റ്സ് ഇവിടെ നമുക്കൊരു സർക്കിൾ ഉണ്ട്. സോ ഇവിടെ നമുക്കൊരു സർക്കിൾ ഉണ്ട്. സോ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ Gൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു സർക്കിൾ ഉണ്ട്. ദാറ്റ്സ് ഓപ്പൺ എൻഡഡ്. ഓക്കെ, ദാറ്റ്സ് ഓപ്പൺ എൻഡഡ്.
സോ ദാറ്റ്സ് ഓപ്പൺ ആണ്. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഓ ഓർത്ത് വെച്ചാൽ മതി, സർക്കിൾ ക്ലോസ്ഡ് ആണ്, അപ്പോൾ ക്ലോസ്ഡ് എൻഡ്. ഇത് നെക്സ്റ്റ് ഗോൾസിൻ്റെ കേസിൽ നമുക്ക് ജീൻ്റെ സർക്കിൾ ഓപ്പൺ ആണ്, സോ ഓപ്പൺ എൻഡ്. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഒബ്ജക്റ്റീവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. 10 to 11 പോയിൻറ്റ്സ് നമുക്ക് സ്റ്റഡി മെറ്റിൽ പറയുന്നുണ്ട്. സോ 10 to പേജ് നമ്പർ 120 നമുക്ക് ആൻസർ ചെയ്ത് പറയുന്നത്. സോ പേജ് നമ്പർ 1.20 പറയുന്നുണ്ട്. നമുക്ക് 10 to 11 പോയിൻറ്റ്സ് നോക്കാം. ഒന്നാമത്തത്, സോ ദ ഒബ്ജക്റ്റീവ്സ് ഷുഡ് ഡിഫൈൻ ദ ഓർഗനൈസേഷൻസ് റിലേഷൻ വിത്ത് എൻവിറോൺമെൻറ്റ്. അതായത് എൻവിറോൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുന്നു, ഒരു ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫെസിലിറ്റി ടുവാർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ദി മിഷൻ ആൻഡ് പർപ്പസ്. മിഷൻ പർപ്പസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റേഷൻ കൊടുക്കുന്നു. ദ നെക്സ്റ്റ്, പ്രൊവൈഡ് എ ബേസിക് ഫോർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്. ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ പ്രൊവൈഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ പെർഫോമൻസ് അപ്രൈസൽ സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ദ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ക്രിയേറ്റ് ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം, അതുപോലെ തന്നെ റിലേറ്റഡ് ടു ടൈം ഫ്രെയിം റിലേറ്റഡ് ആയിരിക്കണം, അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ കൺട്രോളബിൾ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്കത് ചലഞ്ചിങ് ആയിരിക്കണം. ഇത് ഒബ്ജക്റ്റീവ്സ് ചലഞ്ചിങ് ആയിരിക്കണം. സോ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊന്നുമായിട്ട് എന്താണ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഈച്ച് അതർ മറ്റൊന്നുമായിട്ട് എന്ത് ചെയ്യണം, അത് കോറിലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സെറ്റ് വിത്തിൻ ദ കൺസ്ട്രെയിൻസ് ഓഫ് ദി ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അതായത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെയും കൺസ്ട്രെയിൻസിനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് ഒരു 10 to 11 പോയിൻറ്റ്സ് നമുക്കുണ്ട്. സോ ഇതാണ് നമുക്ക് ഒബ്ജക്റ്റീവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഐ വിൽ പോയിൻ്റ് ഔട്ട് ഹിയർ ഓൾസോ. സോ നമുക്ക് ജസ്റ്റ് നമുക്കിതിനെ ഒരു സോ ഈഡബ് സി ടി എം എന്ന് വിളിക്കാം. സോ നമുക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ ഈഡബ് സി ടി എം. സോ ഈഡബ് സി ടി എം. സോ നമുക്ക് ഇ ഫോർ എൻവിറോൺമെൻറ്റൽ റിലേഷൻ അല്ലേ, എൻവിറോൺമെൻറ്റ് റിലേഷൻ വെയിറ്റ് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകണം എന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് നമുക്ക് അച്ചീവ്മെൻറ്റ് ഓഫ് ദി മിഷൻ ആൻഡ് പർപ്പസ്. ഡി ഫോർ ഡിസിഷൻ മേക്കിംഗ് ബേസിസ് പ്രൊവൈഡ് ചെയ്യുന്നു. പി ഫോർ പെർഫോമൻസ് അപ്രൈസലിന് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ദ നെക്സ്റ്റ് C1 നമുക്ക് 4 C4 ആണ്. C1 എന്ന് പറയുന്നത് സോ കോൺക്രീറ്റ് ആൻഡ് സ്പെസിഫിക് ആയിരിക്കും. ദെൻ ചലഞ്ചിങ് ആയിരിക്കും, അതിന് കോറിലേറ്റ്. ദെൻ നെക്സ്റ്റ് C എന്ന് വെച്ചാൽ സെറ്റ് വിത്തിൻ ദ കൺസ്ട്രെയിൻസിനുള്ളിൽ സെറ്റ് ചെയ്യണം. ദെൻ T ഫോർ ടൈം ഫ്രെയിം. സോ വിത്ത് റിലേറ്റഡ് ടു ടൈം ഫ്രെയിമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. ദെൻ M ഫോർ മെഷറബിൾ ആൻഡ് കൺട്രോളബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു. സോ ഇതാണ് നമ്മൾ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് എ നീഡ് ഓഫ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ലോങ് ടേം ഒബ്ജക്റ്റീവ്സിൻ്റെയും ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സിൻ്റെയും ആവശ്യകത. ഓക്കെ, സോ ദ ലോങ് ടേം സംടൈംസ് ഇത് നമുക്ക് കോയിൻസൈഡ് ചെയ്തിടും. ഓക്കെ, സംടൈംസ് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് കോയിൻസൈഡ് ആയിരിക്കും. ബട്ട് സംടൈംസ് നമ്മൾ സീരീസ് ഓഫ് ദി ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് സീരീസ് ഓഫ് ദി ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗം പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഏരിയാസ് ഇൻ വിച്ച് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള, അതായത് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ചില 7 ഏരിയാസ് ഉണ്ട്, 7 ഏരിയാസ്. സോ നമുക്ക് വി കോൾ ദാറ്റ് നമുക്ക് ടി സബ് എന്ന് വിളിക്കാം. സോ വി കോൾ ഇറ്റ് ടി സബ്. ഓക്കെ, ടി സബ്. സോ നോക്കാം, ടി ഫോർ ടെക്നോളജിക്കൽ ലീഡർഷിപ്പ്, C ഫോർ കോമ്പറ്റേറ്റീവ് പൊസിഷൻ, ദെൻ E1 എന്ന് പറയുന്നത് എംപ്ലോയി ഡെവലപ്മെൻറ്റ്, E2 എംപ്ലോയി റിലേഷൻസ്, P1 പ്രോഫിറ്റബിലിറ്റി, ദെൻ P2 പ്രൊഡക്ടിവിറ്റി, ദെൻ P3 പബ്ലിക് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇതാണ് 7 ഏരിയാസ് നമ്മൾ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യേണ്ട 7 ഏരിയാസ് എന്ന് പറയുന്നത്.
The next one is values. Okay, so നമ്മൾ ഓൾറെഡി വിഷൻ പറഞ്ഞു, മിഷൻ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് പറഞ്ഞു. ദ നെക്സ്റ്റ് നമുക്ക് വാല്യൂസ്. സോ വാല്യൂസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സോ ഇത് എല്ലാ ലെവൽസിലുള്ളതാണ് എന്ന് പറഞ്ഞു. സോ ദ വാല്യൂസ് ആർ ഡീപ്ലി റൂട്ടഡ് പ്രിൻസിപ്പിൾ ആണെന്ന് പറഞ്ഞു. ദ നെക്സ്റ്റ് ഇറ്റ് ഈസ് ഒംനി പ്രസൻറ്റ്. സോ ആ കീവേഡ് ഓർത്ത് വെക്കണം, ഒംനി പ്രസൻറ്റ് വെച്ചാൽ എവ്രിവെയർ, നമുക്ക് എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നമുക്ക് 3 ലെവൽസാണുള്ളത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ലെവൽസ്: കോപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ദെൻ ഫങ്ഷൻ ലെവൽ. സോ ഈ ലെവൽസിൽ നമുക്ക് വരുന്ന നെറ്റ്വർക്ക്സ്, റിലേഷൻഷിപ്പ്സിൻ്റെ നെറ്റ്വർക്ക്സ് ഓഫ് ദി റിലേഷൻഷിപ്പാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് 3 തരത്തിലുള്ളതാണ്. ഒന്ന് ഫങ്ഷണൽ ആൻഡ് ഡിവിഷണലുണ്ട്. സോ ഫങ്ഷണൽ ആൻഡ് ഡിവിഷണലുണ്ട്, ദെൻ ഹൊറിസോണ്ടലുണ്ട്, ദെൻ നെക്സ്റ്റ് നമുക്ക് മാട്രിക്സ് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ, അതായത് ടോപ്പ് ടു ബോട്ടം. അതായത് ടോപ്പ് ടു ബോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. സോ നമുക്ക് ടോപ്പിൽ നമുക്കൊരു മാനേജർ ഉണ്ടാകും, താഴെ നമുക്ക് എന്താണ് സബോർഡിനേറ്റ്സ് ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫങ്ഷൻ ആൻഡ് ഡിവിഷൻ, അതായത് വേർട്ടിക്കൽ എന്ന് പറയും. സോ വേർട്ടിക്കൽ നെറ്റ്വർക്ക്സ് എന്ന് പറയാം. സോ വേർട്ടിക്കൽ നെറ്റ്വർക്ക്സ്. ദെൻ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ സോ സെയിം ലെവലായിരിക്കും, അതുപോലെ തന്നെ സെയിം ലെവൽ ആൻഡ് ഹെയറാർക്കി. ഇപ്പോൾ സെയിം ഹെയറാർക്കി ആയിരിക്കും. ഓക്കെ, സോ അതായത് ഇവിടെ ഒരാൾ, ദെൻ അതിൻ്റെ അപ്പുറത്ത് സെയിം ലെവൽ ആൻഡ് സെയിം ഹെയറാർക്കിയിൽ മറ്റൊരാൾ. സോ ഇതിനാണ് നമുക്ക് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. സോ മട്രിക്സ് എന്ന് വെച്ചാൽ ബോത്ത് വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടലിൻ്റെയും വേർട്ടിക്കലിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ചാപ്റ്റർ 1 SM, and thank you.